അഞ്ഞൂർ വെള്ളാരപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ മാർച്ച് 6 മുതൽ 8 വരെ എംഎൽഎ അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തിരുനാൾ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒത്തുചേരുന്ന ചരിത്രപ്രസിദ്ധമായ നേർച്ചസദ്യയോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ വെള്ളാരപ്പള്ളി സെന്റ് ജോസഫ്സ് പള്ളിയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ മാർച്ച് 6, 7, 8 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിനായി എംഎൽഎ അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിൽ പള്ളി പാരിഷ് ഹാളിൽ വിവിധ സർക്കാർ വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത അവലോകന യോഗം ചേർന്നു. ഫെബ്രുവരി 26 ആരംഭിച്ച നവനാൾ നൊവേനയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. മാർച്ച് 6 വെള്ളിയാഴ്ച ഇടവക വികാരി റവറന്റ് ഫാദർ വർഗീസ് പുന്നേക്കൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് തീർത്ഥാടകർക്കായി തയ്യാറാക്കിയ നേർച്ച പായസത്തിന്റെ വെഞ്ചരിപ്പും വിതരണവും നടക്കും. മാർച്ച് 7 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് റവറന്റ് ഫാദർ റിജു വെളിയിൽ കാർമ്മികനാകും. തുടർന്ന് അങ്ങാടികളിലൂടെ ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. തിരുനാളിന്റെ പ്രധാന ആകർഷണമായ നേർച്ച സദ്യ മാർച്ച് 8 രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് റവറന്റ് ഫാദർ തോമസ് വൈക്കത്തുംപറമ്പിൽ കാർമ്മികത്വം വഹിക്കും. റവറന്റ് ഡോക്ടർ മാർട്ടിൻ കല്ലുങ്കൽ സന്ദേശം നൽകും. ജാതിമത ഭേദമന്യേ 10,000-കണക്കിന് തീർത്ഥാടകർ പങ്കുചേരുന്ന ചരിത്രപ്രസിദ്ധമായ നേർച്ച സദ്യയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികാരി റവറന്റ് ഫാദർ വർഗീസ് പുന്നേക്കൽ, ജനറൽ കൺവീനർ ടി.ഒ. ജോൺസൺ, സെക്രട്ടറി ടോണി ആന്റണി, ട്രഷറർ സാബു കൂട്ടുങ്ങൽ, പബ്ലിസിറ്റി കൺവീനർ ബിനീഷ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തിരുനാൾ ആഘോഷങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തിരുനാൾ കൊടിയേറ്റിന് ശേഷം നേർച്ച പായസം വെഞ്ചരിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടിയാണ് വൈകിട്ടുള്ളത്. അതിനുശേഷം ശനിയാഴ്ച വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം 4 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, 4 ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ മഹത്തായ ഒരു പ്രദക്ഷിണമാണ്. അതിനുശേഷം പള്ളി കോമ്പൗണ്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വിശാലമായ ഈ പന്തലിൽ സത്യവട്ടങ്ങൾ ഒരുക്കുകയാണ്. 10,000 പേരോളം ഭക്ഷണം കഴിച്ച് നടത്തുന്ന ഈ തിരുനാൾ തീർച്ചയായിട്ടും ഇടവയ്ക്കുന്ന വലിയൊരു അഭിമാനമാണ്. അതിൻ്റെ ഒരുക്കം ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. നവനാൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. തിരുനാളിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും വിവിധ കമ്മിറ്റികൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വർഷവും പോലെ അതിന് ഗംഭീരമായി തന്നെ ഈ തവണ നമുക്ക് ഭീകരമായ പ്രാധാന്യത്തിൽ ഈ തിരുനാൾ പരിപാടികളുമായി മുന്നോട്ട് പോകാം. അതിന് ഞാനും കൂടെയുണ്ട്. നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റും ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ന്യൂസ് ബ്യൂറോ, കാലടി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.